ധനുവിന് സംഭവിച്ച ദുരന്തം നീലുവിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു. കല്യാണശേഷം വിരുന്നിന് വന്നപ്പോൾ ധനുവിൻ്റെ ശരീരത്തിൽ കണ്ട പാടുകൾ അവൾക്ക് ഓർമ്മ വന്നു. തൻ്റെ പ്രവൃത്തികൾ ധനുവിൽ ഉടുമ്പിനെ പോലെ പിടിമുറുക്കിയത് അവൾ അറിഞ്ഞു. എത്ര സഹിച്ചു കാണും. എല്ലാം മറച്ചു പിടിച്ച് നടക്കുകയായിരുന്നു. 1.5 മാസക്കാലമായി അവൾ ഏതോ എല്ലാം മറന്നിരുന്നു. അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്നതാണ് സംഭവിച്ചത്. തരുണിനെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. എവിടെയോ ആർക്കുണ്ടായത് എന്നൊന്നും അറിയാത്ത ഒരെണ്ണത്തിനെ പിടിച്ചു രാജകുമാരിയായി വളർത്തിയത്. ഇവിടെ എല്ലാവർക്കും പറ്റിയ തെറ്റ്. ശരിയാണ്, അന്ന് ആശുപത്രിയിൽ വെച്ചു തന്നെയോ ഏതെങ്കിലും തെരുവിൻ്റെ ഓരങ്ങളിലോ അനാഥാലയത്തിൻ്റെ ഇരുളിലോ തീർന്നു പോയിട്ടുണ്ടാകുന്ന ഒരു ജന്മമായിരുന്നു തൻ്റേത്. ഈ അവസ്ഥ തനിക്കുണ്ടാകാതിരുന്നത് ഈ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ്. പക്ഷേ താനോ അവരുടെ മക്കൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സമ്മാനിച്ചു താൻ. അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും. എന്നിട്ടും കലിയടങ്ങാതെ അവളെക്കുറിച്ച് പകയും ഉള്ളിലിട്ട് നടന്നു. എല്ലാവരും അവളെക്കാളും തന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിച്ചു. എന്നിട്ട് അതിൽ നിന്നെല്ലാം എന്തു നേടി താൻ? എല്ലാവരുടെയും വെറുപ്പ് മാത്രം. നീലു കണ്ണു തുടച്ചു. ഇനിയും ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത തനിക്കില്ല. നന്നായി പഠിപ്പിച്ചു തന്നെ. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കി. ഇനി ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരു ബാഗിലാക്കി അവൾ ഇറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് പിൻവാതിലൂടെ ആണ് പോയത്. ഗേറ്റ് കടക്കും മുമ്പ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. പിന്നെ ധൈര്യം സംഭരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അപ്രതീക്ഷിതമായെത്തിയ ഉരുൾപൊട്ടൽ, ക്ഷണിക്കപ്പെടാതെ വന്ന ദുരന്ത വാർത്തയിൽ നിന്ന് ആരും കരകയറിയിരുന്നില്ല. അമ്മമാർ രണ്ടാളും ഇതുവരെ മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. അച്ഛന്മാരും അങ്ങനെ തന്നെ. തനയും തരുണും താരതമ്യേന ഭേദമായിരുന്നു. അവരിരുവരും നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ തകർന്നു തരിപ്പണമായ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് ധൈര്യം പകരാൻ അവർക്കായി. തനുവിന് സംഭവിച്ച ദുരന്തം മാത്രമായിരുന്നില്ല അവിടുത്തെ വിഷയം. കാശിയുടെ കുടുംബത്തിന് മുമ്പിൽ തെറ്റുകാരായി നിൽക്കേണ്ടി വന്നു എന്നത് കൂടിയാണ്. തനുവിൻ്റെ വിവാഹ ജീവിതവും ഭാവി ജീവിതവും പൂർണ്ണമായും തലാസിലായി എന്ന് അവർക്ക് തോന്നി. നേരം വെളുത്തിട്ടും ആരും ഒന്നിനും ഉഷാർ കാണിച്ചില്ല. ഒടുവിൽ തനു പുറത്തു പോയി ഭക്ഷണം വാങ്ങി വന്നു. ഓരോരുത്തരായി നിർബന്ധപൂർവ്വം വിളിച്ചെഴുന്നേൽപ്പിച്ച് ഡൈനിങ് റൂമിൽ കൊണ്ടിരുത്തി. എത്ര ശ്രമിച്ചിട്ടും തനു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. ഇന്നലെ ഇട്ട വസ്ത്രം പോലും മാറ്റാതെ, ഒന്ന് കിടക്കുക പോലും ചെയ്യാതെ കട്ടിലിൽ കാലുമേൽ മുഖം ചേർത്ത് വെച്ച് ഒരേ ഇരിപ്പാണ് ഇപ്പോഴും. നീലുവിൻ്റെ മുറിയുടെ വാതിലൊക്കെ ചെന്ന് 2 തവണ മുട്ടി വിളിച്ചു തനു. പിന്നെ താഴേക്ക് പോന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും നീലു എത്തിയില്ല. തനുവിനുള്ള ഭക്ഷണവും കൊണ്ട് ഗീത മുറികളിലേക്ക് അവർക്ക് കൊണ്ടുപോയതനുസരിച്ച് യാന്ത്രികമായി അവൾ ഫ്രഷായി വായിൽ വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. രുചിയോ മണമോ പോയിട്ട് എന്താണ് കഴിക്കുന്നതെന്ന് പോലും തനു അറിയുന്നില്ല എന്ന് തോന്നി. ഇത്ര നേരമായിട്ടും നീലുവിൻ്റെ വിലയിലങ്ങും കാണാതെ വന്നതോടെ ഗീത ഒരിക്കൽ കൂടി മുറിയിൽ പൊട്ടിവലിച്ചു. പ്രതികരണം ഇല്ല എന്ന് കണ്ട് കഥകൾ തള്ളി നോക്കി. അത് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് നീലുണ്ടായിരുന്നില്ല. മുറിയിലും ബാത്റൂമിലെ ആകമാനം നോക്കിയിട്ടും നീലുവിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഐ ആം സോ സോറി എന്നെഴുതിയൊരു കഷ്ണം പേപ്പർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗീതയുടെ കണ്ണ് ഇരുട്ട് കയറി. കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീണു. അവർ ഒരു നിലവിളിയോടെ നിലത്തേക്ക് വീണുപോയി. ശബ്ദം കേട്ട് മുറിയിലെത്തിയ ഹരിയും ശിവനും തനുവും തരണവും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. തനുവിൻ്റെ ദുരന്തം തന്നെ താങ്ങാനാകുന്നതിലും അപ്പുറമാണ് അതിൻ്റെ കൂടെ നീലുവും. ഇന്നലെ രാത്രി ആ വീട്ടിൽ ആരും ഒരു പോള കണ്ണടച്ചിരുന്നില്ല. എന്നിട്ട് നീലു പോയത് ആരും അറിഞ്ഞില്ല. അറിയാൻ തക്ക മാനസികാവസ്ഥ അല്ലായിരുന്നു ആരുടെയും എന്നതാണ് സത്യം. ഇന്നലെ ഞാൻ പറഞ്ഞതെല്ലാം കൂടിപ്പോയി. വേണ്ടിയിരുന്നില്ല. ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാതെ വളർത്തിയതല്ലേ നമ്മൾ അവളെ. നീലു എഴുതി വെച്ച പേപ്പറും കൊണ്ട് തരുൺ നിലത്തേക്ക് ഓർന്നിരുന്നു. ശിവൻ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പിന്നെ ഗീതയെയും കൂട്ടി പുറത്തേക്ക് പോയി. ഇന്നലെ രാത്രി മുതൽ തനുവിനെ ഫോണിൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു കാശി. നേരത്തെ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് സമാധാനിച്ചു. രാവിലെ ചെന്നൈ എത്തിയപ്പോൾ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ടും ഇത് തന്നെ അവസ്ഥ. 1-2 വട്ടം കോൾ ട്രൈ ചെയ്തിട്ടും കിട്ടാതെ വന്നപ്പോൾ കാശി തരുണിനെ വിളിച്ചു. മറുപുറത്ത് നിന്ന് കേട്ട വാർത്ത പെരുമ്പാമ്പിനെ പോലെ അവനെ വരിഞ്ഞു മുറുക്കി. ഒരിക്കലും ആരും അറിയരുതെന്ന് കരുതി മൂടിവെച്ച സത്യം എന്താണോ അത് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അച്ഛനും അമ്മയും രാത്രിക്ക് രാത്രി വീട്ടിലേക്ക് മടങ്ങിയത് കാശിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അവരുടെ മനസ്സിൽ എന്താണെന്ന് ആലോചിക്കാൻ പോലും ആയില്ല.
നോവിൻ്റെ അവസ്ഥ അവൻ്റെ ചങ്ക് തകർത്തു. ആരും അറിയരുത് എന്ന് കരുതി ഒളിപ്പിച്ചു വെച്ചതാണ് അന്ന്. തനു പറഞ്ഞു എന്നു സത്യം മുടിവെക്കാനാകില്ല എന്ന് തന്നെ നിർബന്ധമായിരുന്നു. ആരും അവളെ ഇരയാക്കി നോക്കാതെ ഇരിക്കാനായിരുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോയെന്ന് കാശിക്ക് ബോധ്യമായി. അതിൻ്റെ കൂടെയാണ് നീലുവിൻ്റെ തിരോധാനം. ആർക്കും ഒരു സമാധാനം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചതുപോലെയാണ് നീലുവിൻ്റെ ഓരോ പ്രവൃത്തികൾ. അവളെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ സ്നേഹത്തിനും നന്മകൾക്കും പകരം നൽകാൻ സാഹചര്യമുണ്ടായപ്പോൾ കൃത്യമായി ഒളിച്ചോടിയിരിക്കുന്നു. അടപടലം തകർന്നു നിൽക്കുന്ന ആ കുടുംബം ഇനി അവളെ അന്വേഷിക്കാനും നടക്കണം. എന്തൊരവസ്ഥയാണ്! അവിടുത്തെ SI സന്തോഷം കാശിക്ക് പരിചയമുള്ള ആളായിരുന്നു. തനുവിനെ ഉപദ്രവിച്ചവരെ ഒതുക്കാൻ അയാൾ അവനെ സഹായിച്ചിട്ടുമുണ്ട്. കാശി അയാളെ വിളിച്ച് അന്ന് ഔദ്യോഗികമായി നീലുവിൻ്റെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അവരുടെ അന്വേഷണത്തിൽ നീലു വെളുപ്പിന് മാവേലി എക്സ്പ്രസ് കയറിയതായി അറിയാൻ കഴിഞ്ഞു. ഉച്ചയോടെ അവളുടെ മെസ്സേജ് തരുണിനും തനക്കും വാട്സപ്പിൽ ലഭിച്ചു. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടെന്നും ഒരു ജോലി അന്വേഷിക്കുകയാണെന്നും ആയിരുന്നു ഉള്ളടക്കം. ഒപ്പം തനുവിൻ്റെ മുന്നിൽ നിന്ന് മാപ്പ് അപേക്ഷിക്കാനെങ്കിലും ധൈര്യം ഉണ്ടാകുന്ന അന്ന് തിരിച്ചു വരുമെന്നും അതുവരെ തന്നെ അന്വേഷിക്കരുതെന്നും ഹോസ്റ്റൽ അഡ്രസ്സും അയച്ചിരുന്നു അവൾ. ട്രിവാൻഡ്രം പോയി നീലുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ തുനിഞ്ഞ തരുണിനെയും തനെയും ശിവൻ തടഞ്ഞു. എന്തായാലും കുഴപ്പം ഒന്നുമില്ലാതെ അവിടെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ പോട്ടെ, പോയി കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കേണ്ട. നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെയാണ് തനുവിന്. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. എത്ര കാലം ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ച് വളർത്താൻ പറ്റും? ഒറ്റയ്ക്ക് ജീവിച്ചു ശീലിക്കട്ടെ അവൾ. അപ്പോഴേ ജീവിതം പഠിക്കും, ചെയ്ത തെറ്റിൻ്റെ ആഴം തിരിച്ചറിയും. പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് തോന്നൽ ഉണ്ടാകാതെ ഇരിക്കാൻ ഫോണിൽ അയാൾ അവളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു. പ്രധാന പ്രശ്നം ഇപ്പോഴും അതേപടി ഉണ്ടല്ലോ. തനുവിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും എന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ അവസ്ഥ മോശമായി വന്നു. കുടുംബത്തിൽ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും മുറിക്ക് പുറത്തിറങ്ങാൻ പോലും തനു കൂട്ടാക്കിയില്ല. അവളുടെ ഏട്ടന്മാർക്ക് കടുത്ത നിരാശ തോന്നി. ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും പിടിച്ചു നിന്നവളാണ്. 1.5 മാസം കാശ് കൈവെള്ളയിൽ കൊണ്ട് നടന്നവളാണ്. എല്ലാം മറന്നു തുടങ്ങിയവളാണ്. ഒരു ദിവസം പോലും അവളെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ വിത്തുകൾ ആഴത്തിൽ വേര് പിടിച്ചു തുടങ്ങിയിരുന്നു. മാലതിയെ വിളിച്ചപ്പോൾ ലഭിച്ച തണുപ്പൻ പ്രതികരണം കാശി പ്രതീക്ഷിച്ചതായിരുന്നു. കാശിയും കൂടി അറിഞ്ഞതുകൊണ്ടാണ് വിവാഹം നടന്നെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഫോണിൽ കൂടി കാര്യങ്ങൾ പറയുന്നതിന് പരിമിതികളുണ്ടല്ലോ. പോരാത്തതിന് കാശിയുടെ ജോലി തിരക്കും വെല്ലുവിളിയായി. ഒടുവിൽ തിരികെ പോയി അമ്മയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു. ഒരു തരത്തിലും ഏറ്റെടുത്തുപോയ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കാശിയുടേത്. ഓരോ ദിവസവും നേരെ അവൻ തള്ളി നീക്കി. 2 ആഴ്ച 2 യുഗം പോലെ തോന്നിപ്പിച്ചു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവൻ തനുവിൻ്റെ ഏട്ടന്മാരെ ഫോൺ വിളിച്ചു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. തനു ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് കാശിക്ക് ബോധമായി. എത്രയും വേഗം ജോലി തീർത്ത് തിരികെ പോകാൻ അവൻ പരിശ്രമിച്ചു. തനുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാശിക്ക് മാത്രമേ കഴിയൂ എന്ന് കുടുംബത്തിൽ എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും അവൻ്റെ വരവിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. ഇതൊന്നും അറിയാതെ സ്വയം സൃഷ്ടിച്ച വിഷാദത്തിൻ്റെ കൂടലിനുള്ളിൽ നീറി തനുവും